ഇന്ന് ക്രിസ്മസ് ആണ്. ഉണ്ണീശോ ജനിച്ചതിന് ഈശോയുടെ പിറവി തിരുനാൾ. അതിൻ്റെ മംഗളങ്ങൾ എല്ലാവർക്കും സ്നേഹത്തോടെ നേരുകയാണ്. ഈ ക്രിസ്മസ് ഇന്നേ ദിവസം നമ്മൾ ആഘോഷിക്കുമ്പോൾ നമ്മൾ നാളെ ഇതുവരെ കണ്ടിട്ടുള്ള എല്ലാ വചനങ്ങളും വിചിന്തനങ്ങളും നമ്മുടെ മനസ്സിൽ പേറാം. യേശുപിതാവിൻ്റെ മൗനം, മാതാവിൻ്റെ ലാളിത്യം, സ്നേഹം, സന്തോഷം, ഉണ്ണീശോയുടെ സമാധാനം നിങ്ങൾക്കെല്ലാവർക്കും ഉണ്ടാകട്ടെ. ഈ ക്രിസ്മസ് നമ്മൾ ആഘോഷിക്കുമ്പോൾ ആ പുൽക്കൂട്ടിലേക്ക് നമുക്കൊന്ന് പോകാം. പുൽത്തൊട്ടിയിൽ കിടക്കുന്ന ഉണ്ണിയേശു, ലാളിക്കുന്ന മാതാവ്, യേശുപിതാവ്, എല്ലാവരുടെയും മനസ്സിൽ സന്തോഷം. ഇന്ന് ഞാൻ പള്ളിയിൽ പോകും. നമ്മൾ പാതിരാ കുർബാനയിൽ, ക്രിസ്മസ് കുർബാനയിൽ പങ്കെടുക്കും. എല്ലാവർക്കും സമ്മാനങ്ങൾ കൈമാറും. നല്ല ഒരു ക്രിസ്മസ് ആഹാരം നമ്മൾ കഴിക്കും. അങ്ങനെ സന്തോഷത്തിൻ്റെ ദിനങ്ങൾ. ഇങ്ങനെ നമ്മൾ ആഘോഷിക്കുമ്പോൾ ഒരു കാര്യം കൂടെ മനസ്സിൽ വെക്കാം. ഒരു ക്രിസ്മസ് മെസ്സേജായിട്ട്, ഒരു സന്ദേശമായിട്ട്. ഞാൻ ഉണ്ണീശോയുടെ പുൽക്കൂട്ടിൽ പോയപ്പോൾ കണ്ടതുപോലെ എൻ്റെ അടുത്തും പുൽക്കൂടുകൾ കണ്ടേക്കാം. ഞാൻ സന്തോഷം അനുഭവിക്കുമ്പോൾ, സമാധാനം അനുഭവിക്കുമ്പോൾ, ഇന്നത്തെ തിരുനാൾ ആഘോഷിക്കുമ്പോൾ നമുക്ക് ചുറ്റുമുള്ളവരിലേക്ക് ഒന്ന് നോക്കാം. എൻ്റെ ജീവിത സാഹചര്യത്തിനടുത്ത് ഞാൻ കണ്ടുമുട്ടിയിട്ടുള്ള ഏതെങ്കിലും പുൽക്കൂടുകളുണ്ടോ എന്ന് നോക്കാം. ഞാൻ ഇന്നേ ദിവസം തിരുനാൾ ആഘോഷിക്കുമ്പോൾ ഏതെങ്കിലും പുൽക്കൂടുകൾ സന്തോഷമില്ലാതെ കഴിയുന്നുണ്ടോ എന്ന് നോക്കാം. അവിടെയുമുണ്ടൊരു മാതാവ്, അവിടെയുമുണ്ടൊരു യേശുപിതാവ്, അവിടെയുമുണ്ടൊരു ഉണ്ണീശു. അങ്ങനെ നമ്മൾ കണ്ടുമുട്ടിയാൽ ഇന്നേ ദിവസം സാധിക്കുമെങ്കിൽ ചെയ്യുക, അല്ലെങ്കിൽ ഈ നാളുകളിൽ അങ്ങനെ ഒന്ന് ചെയ്യാനായിട്ട് പരിശ്രമിക്കുക. സാധിക്കുമെങ്കിൽ ഇന്നേ ദിവസം, ഈ ക്രിസ്മസ് ദിവസം തന്നെ ആ പുൽക്കൂട് സന്ദർശിക്കാനും പൂജരാജാക്കന്മാരെ പോലെ എളിമയോടെ, സ്നേഹത്തോടെ, ആരാധനയോടെ അവർക്ക് വേണ്ട സമ്മാനങ്ങൾ കൈമാറാനായിട്ട് അവരുടെ ജീവിതത്തിലും ഉണ്ടാകട്ടെ ഒരു നല്ല ക്രിസ്മസ്. ഒരു നേരത്തെ ആഹാരത്തിനായിട്ട്, ഒരല്പം സന്തോഷത്തിനായിട്ട്, ഒരല്പം സമാധാനത്തിനായിട്ട്. ഉണ്ണിയേശുവിൻ്റെ പുൽക്കൂട് പോലെ എൻ്റെ സഹോദരൻ്റെ ഭവനവും അവൻ്റെ പുൽക്കൂടും സമാധാനത്തിൻ്റെയും ശാന്തിയുടെയും സന്തോഷത്തിൻ്റെയും ഒരു പുൽക്കൂടായി തീരട്ടെ. അതിനായിട്ടൊന്ന് പരിശ്രമിക്കാം. ഒരിക്കൽ കൂടി എല്ലാവർക്കും ഇന്നേ ദിവസത്തിൻ്റെ തിരുനാളിൻ്റെ മംഗളങ്ങൾ നേരുന്നു. ഹാപ്പി ക്രിസ്മസ്.